അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ക്യാമ്പസ് സഫാരി 3 ദിവസത്തെ പര്യടനത്തിനു ശേഷം ഇന്ന് തലസ്ഥാന നഗരിയിൽ സമാപിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് ക്യാമ്പസ് സഫാരി കാസർഗോഡ് ജില്ലയിൽ നിന്ന് അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത്. പിന്നീട് ഓരോ ജില്ലകളിലൂടെ കടന്നു വന്നു, ഒരുപാട് ക്യാമ്പസുകളോട് സംസാരിച്ചു, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളോട് സംവദിച്ചു, 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ സന്ദേശവും ലഘുലേഖയുമെല്ലാം കൈമാറി അവരെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസിലേക്ക് രജിസ്റ്റർ ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ ഒരു ക്യാമ്പസ് സഫാരി തലസ്ഥാന നഗരിയിൽ സമാപിക്കുമ്പോൾ അത് ക്യാമ്പസ് പ്രബോധന ചരിത്രത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി കൂട്ടായ്മക്ക് എഴുതി ചേർക്കാവുന്ന ഒരു പുതിയ ഏടായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ക്യാമ്പസ് ഭാരവാഹികൾ, മറ്റനേകം പേർ, അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം 2024 ഒക്ടോബർ 11 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ്, അതിനു മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു ക്യാമ്പസ് പ്രയാണം, ക്യാമ്പസ് സഫാരി നമ്മൾ സംഘടിപ്പിച്ചത്. ആ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസിന് ഇനി ഏതാനും ദിവസങ്ങൾ, ഒരു മാസത്തിൽ കുറഞ്ഞ 10-27 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഒരു ത്രിദിന കോൺഫറൻസിനു വേണ്ടി എല്ലാ നിലക്കും ക്യാമ്പസുകൾ സജ്ജമായി കഴിഞ്ഞു. നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങുക, അതിൻ്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുക, അതിൻ്റെ സന്ദേശ പ്രയാണങ്ങളിൽ മുന്നിട്ടിറങ്ങുക. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലും വ്യത്യസ്തമായ ക്യാമ്പസ് ദഅവ ആക്ടിവിറ്റികളുമായി വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് ഗമിക്കുകയാണ്. 2025 മെയ് മാസത്തിൽ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനേകം ക്യാമ്പസ് ദഅവ പ്രവർത്തനങ്ങളിലേക്ക് വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.